വിഴുങ്ങിക്കോ. വിഴുങ്ങിയോ? വിഴുങ്ങി. ഇനിയിപ്പൊ എന്നെയും വിഴുങ്ങുവോ? കാഴ്ചക്ക് വലിയ ആഫീസർമാരപ്പലുണ്ടല്ലോ. ദേ വക്കീല് നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ സമ്മതിച്ചേ. ഇവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ വെട്ടൊന്ന് മുറി രണ്ട്, മനസ്സിലായോ? പിന്നെ കഴുത്തേല് ഈ ബെൽറ്റ് വേണ്ട. ഇതില്ലേലും തളയ്ക്കാലോ. ദേ ഇതുപോലെ നേരും നെറിയുള്ള വേഷം വിട്ടാ മതി. എന്താ പേര്? കുഞ്ചു. കൊഞ്ചോ? അല്ല, കുഞ്ചു. രമേശ് എന്നാ ശരിയായ പേര്. തന്റെയോ? സുരേശൻ. തെറ്റിയതാണോ? അല്ല, ശരിയായ പേരാ. ഞാൻ MC പ്രകാശൻ. റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുണ്ട്. അതെന്താ പേര്? അതും MC പ്രകാശൻ തന്നെയാ. പേരൊക്കെ കൊള്ളാം, പ്രവൃത്തി എനിക്ക് അറിയേണ്ടത്. വാ, ഇവിടെ തന്നെ ഓഫീസ്. മുട്ടയെങ്കിൽ മുട്ട, കിട്ടിയത് തട്ടാം. ഇത് ഓഫീസോ തൊഴുത്തോ? കണക്കുകളൊക്കെ പോറ്റി വീട്ടിൽ വെച്ചാ നോക്കിക്കൊണ്ടിരുന്നതേ. പിന്നെ നിങ്ങളെടുത്താകുമ്പോ ഫയലുകൾ വിശ്വസിച്ച് നയിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? ഈ അലങ്കാരപ്പണിയൊക്കെ മോളുടെ വകയാ. ഇതിലാരാ ഡ്രൈവർ? ഞാനാ. ഈ വേഷമൊക്കെ മാറ്റി നാളെ മുതൽ ഡ്രൈവറെ കുപ്പായിട്ട് വന്നാ മതി. പിന്നൊരു കാര്യം, കണക്ക് കൃത്യമായിരിക്കണം. ഒരു പൈസ പോലും മോഷ്ടിക്കരുത്. കൊച്ചു രീതി കള്ളത്തരം കാണിച്ചാണ് വലിയ കള്ളന്മാരായിത്തീരുന്നത്. ശരിയാ, മുതലാളി തന്നെ എത്ര എളിയ തോതിലാ ഈ പണി തുടങ്ങിയെന്ന് അറിയാമോ? സോഡയോ കൊണ്ടുവരാം. ചെവി കേട്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണി തുടങ്ങി. എനിക്കല്ലോ അവന്. സോറി കേട്ടോ. യഥാർത്ഥ സുഹൃത്തുക്കളെ നാം അറിയുന്നത് തിന്മകളിലൂടെയാണ്, നന്മകളിലൂടെ അല്ല. ജോലി കിട്ടിയപ്പോ നിന്റെ സുഹൃത്തുക്കൾ സ്വാർത്ഥരായി, എന്റെ അളിയച്ചരടക്കം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഉണ്ട്, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അഗതാ ക്രിസ്റ്റി എന്ന പ്രസിദ്ധ വനിതാ കുറ്റാന്വേഷണ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എ മാൻ ഇൻ ലവ് ഈസ് എ പാത്തറ്റിക് സൈറ്റ്. പ്രേമത്തിലകപ്പെട്ട യുവാവ് പരിതാപകരമായ ഒരു കാഴ്ചയത്രേ. എവിടെ സംഘടിപ്പിച്ചു വായിക്കൊള്ളാത്ത വാക്കുകളൊക്കെ? ബൈഹാർട്ട് പഠിച്ചതാ. പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട്? മുരളി, കുതിരകളെ കൊണ്ടല്ല, ആനകളെ കൊണ്ടല്ല, രഥങ്ങളോ കാലാൽപ്പടകളോ കൊണ്ടല്ല, സ്ത്രീയുടെ കടക്കണ്ണിന്റെ നോട്ടം കൊണ്ടാണ് നമ്മൾ സർവ്വരംഗത്തും ജയിക്കേണ്ടത്. പക്ഷെ ദുഷ്ടനും കരുത്തനുമായ ഒരു ആങ്ങളെ പോരിനുണ്ടെങ്കിലോ? കുഞ്ചുവിനെ ഉദ്ദേശിച്ചായിരിക്കും. അതെ, എന്റെ വത്സല എന്ന് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കുഞ്ചു എന്റെ മുന്നിൽ വെറും കൊഞ്ചു മാത്രമാണ്. മതി ചേച്ചി, ഇപ്പൊ തന്നെ വേറെ പൊട്ടാറായി. ഈ ഒരു ദോശ കൂടി നല്ല ചൂട് ദോശയാ. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പച്ചരി ഞാൻ വീട്ടിലെത്തിക്കണത് ഈ കഞ്ഞികൾക്ക് കഞ്ഞി വെക്കാൻ. കടയിൽ പോണില്ലേ നിങ്ങള്? അയ്യോ, കളക്ടർ സാർ പോയിട്ട് വേണമല്ലോ ബിൽ കളക്ടർക്ക് പോവാൻ. എന്താ മാഡത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? കുഞ്ചേട്ടാ, ഏത് ഷർട്ട് ഇസ്തിരിടാൻ പറഞ്ഞേ? ഇനിയും കഴിഞ്ഞില്ലേ, പോകാൻ സമയമായി. ഇപ്പൊ റെഡിയാക്കാം. ഈ ഗ്ലാസ് അങ്ങോട്ട് വെച്ചേ. ഇങ്ങ് തന്നെ. ഉച്ചയൂണിന് കാളനെ ഒഴിച്ചത് ഇഷ്ടാവോ നിനക്ക്? ആ, കള്ളന് കാളനാണല്ലോ ചേർച്ച. എന്തിയേ? ചേച്ചിയെ ഒരു വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പറഞ്ഞു കേട്ടില്ലേ, ഇച്ചിരി ഒന്ന് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഹങ്കാരം. വെറുതെ എന്തിനാ അവന്റെ മെക്കിട്ട് കയറണേ? ഓഹോ, അപ്പം നിനക്കും തിളച്ചു. കൊള്ളാം, രക്തബന്ധം. അല്ലെങ്കിൽ എനിക്കറിയാവടി, ഒടുവിൽ ഞാൻ പുറത്താവുമെന്ന്. ഇന്നലെ വരെ കാക്കാശിന് വകയില്ലാത്തവൻ കളക്ടറെ മാനായി. കൊള്ളാം. പക്ഷെ തുറച്ചാണ്ടി അച്ചു എന്നാരെ അവഹേളിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ. നിന്നെയും കൊല്ലും, ഞാനും കൊല്ലും, അവനെയും മരിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയണേ? തെറ്റിപ്പോയി. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും, ഞാനും മരിക്കും. കുറെ ആയല്ലോ ഈ കൊലവിളി നടത്താൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിലും കൊരക്കണ പട്ടി കടിക്കില്ല എന്നാ. എന്താടി പറഞ്ഞേ? പട്ടിയെന്നോ? അയ്യോ, എന്താ ഇവിടെ ഒരു കൊലവിളിയൊക്കെ കേട്ടത്? അളമുട്ടിയാൽ ചേരയും ചീറ്റും ചിലപ്പോ കടിച്ചെന്ന് വരും, ഓർമ്മയിലിരിക്കട്ടെ. ചേര കടിച്ച വിഷം ഉണ്ടാവില്ലെന്ന് ഈ വക്ക് പൊട്ടിയവനറിയാവോ? മരമാക്ക്.